വെൽക്കം ടു കേരള. താങ്ക് യു. വെൽക്കം വെൽക്കം. 150 rupees. ചേട്ടാ പാട്ടിന്റെ ശബ്ദം ഒന്ന് കൊടുത്തു കേട്ടോ. എത്ര പ്രാവശ്യം പറയണം? ദേ അവളിപ്പോ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അവള് പറയണേ. ഞാൻ അവളെ ബാലേട്ടന്റെ വീട്ടിൽ കൊണ്ടോട്ടെ. എന്നും വീട്ടിൽ 4 നേരം മീനും കൂട്ടി ചോറ് കിട്ടും, ചോദിക്കാത്ത കാശും കിട്ടും. അത് മുടക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ ഇവിടെ എവിടെ കൊണ്ടുപോകും? എന്റെ വീട് ഫ്രീ ആണ് കേട്ടോ. താൻ അവിടെ ചിലക്കാണ്ട് വണ്ടി പിടിച്ചാൽ മാത്രം മതി കേട്ടാ. ഞാൻ ഇവിടെ പറഞ്ഞ ആ, എനിക്കിപ്പോഴും സംശയം മാറുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇല്ലേ ബാലേട്ടാ, സത്യം കിട്ടും. അവളെന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. എന്നാലും അവളെങ്ങനെ പഞ്ചാബിൽ നിന്ന് നിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെട്ടു? അത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, അവളുടെ വീട്ടിലാകെ പ്രശ്നമായി. അവളുടെ ചേട്ടൻ അവളുടെ കല്യാണം കഴിച്ചു ഉറപ്പിച്ചു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോന്നതാ. ഇവിടെ ആകുമ്പോ പിന്നെ അവൾ അന്വേഷിച്ച് ആരും വരില്ലല്ലോ. 10 നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പഞ്ചാബിന്നേ വരും. അത് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചു, നമുക്കിവിടെ 10,000 ഒളിപ്പിച്ചാലോ? തൽക്കാലം അവളെ ആരും കാണാൻ നിന്റെ വീട്ടിൽ ഒളിപ്പിക്കും. നാളെ അമ്മാവനും അമ്മായും ഉണരാൻ വെച്ച അലാറത്തിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് നമുക്ക് സൗകര്യപൂർവ്വം ആലോചിക്കാം. ഓക്കെ അമ്മേ? കം. എത്രയും 150. Put your phone in silent mode. അയ്യോ, Is that the akhada? What? Yes. Akhada. Okay. Come. ഇതെവിടെ ആയിരുന്നു? ഫ്രണ്ടാ. ഹായ് ചിപ്സ്. കൊടുത്തോ? എന്റെ കൊച്ചെ, ഇവനെ പറ്റി 2 പേരോട് അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് പോന്നാ പോരായിരുന്നോ? ആ വണ്ടിക്കാശ് എങ്ങനെ ലാഭിക്കായിരുന്നു? എഴുതട്ടെ, വാ പുഷപ്പെടുക്കി. Please don't come out until I call you. Okay? ओके, पर मुझे बहुत भूख लगी है. ഓ, എന്നാ ബുക്കാ? ബുക്കല്ല, ബുക്ക്. വിശപ്പ്. ഈ പാതിരാത്രിയിലാണോ നിന്റെ വിശപ്പ്? എടാ, ഒരെണ്ണം മതി, ഒരെണ്ണം. അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട അവിടെ എണ്ണകാരെ ചിപ്സ്. മോനെ ദാസ, ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? അതെ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഇതാരും അറിയണ്ട. പിന്നെ നാളെ രാവിലെ അച്ഛനും അമ്മയും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. മറക്കരുത്. മറക്കില്ല. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്.